ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് കാസ്റ്റിലാനോസ് തിയറം എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക്. ബേസിക്കലി ഈ ഒരു തിയറം രണ്ട് തിയറമായിട്ടാണ് കിടക്കുന്നത്. കാസ്റ്റിലാനോസ് ഫസ്റ്റ് തിയറം, കാസ്റ്റിലാനോസ് സെക്കൻഡ് തിയറം. ആൻഡ് അത് കണക്റ്റഡുമാണ്. അത് നമുക്ക് അത് എടുക്കുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് കണക്ട് ചെയ്ത് കിടക്കുന്നത് നോക്കാം. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഈ ഒരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു മോഡ്യൂളിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. കാരണം എല്ലാ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമുക്ക് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, ഒന്നെങ്കിൽ കാസ്റ്റിലാനോസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും പ്രൂഫും ചോദിക്കാറുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. സോ നമ്മളിത് രണ്ടും പഠിച്ചിട്ട് വേണം പോകാൻ. നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്നുള്ള മാർക്സ് ഒഴിവാക്കാൻ വിട്ടുകൊടുക്കാൻ പറ്റരുത്. ഓക്കെ, സോ അതിനായിട്ട് നമുക്ക് കുറച്ച് ബേസിക് കാര്യങ്ങളൊന്ന് നോക്കാം. നമുക്കറിയാം സ്ട്രെയിൻ എനർജി എന്താണെന്നുള്ളത്. സ്ട്രെയിൻ എനർജി എന്തായിരുന്നു? സ്ട്രെയിൻ എനർജി എന്ന് പറഞ്ഞാൽ, സ്ട്രെയിൻ എനർജി നമ്മൾ യു ആയിട്ടായിരുന്നു ഡിനോട്ട് ചെയ്യുക അല്ലേ? അത് പറഞ്ഞാൽ എന്തായിരുന്നു? 1/2 ഇൻറ്റു പി ഇൻറ്റു ഡെൽറ്റ അല്ലേ? 1/2 ഇൻറ്റു പി ഇൻറ്റു ഡെൽറ്റ, അതായത് ബേസിക്കലി ആവറേജ് ലോഡ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ? അപ്പോൾ നമുക്കറിയാം ഈ സ്ട്രെയിൻ എനർജി നേടുന്ന ഒരു ബോഡിയിൽ ഉണ്ടാകുക, അതായത് സപ്പോസ് ഒരു നമ്പർ ഓഫ് ലോഡുകൾ ആക്ട് ചെയ്യുന്നുണ്ടെന്ന് കരുതാം, P1 P2 എന്നിങ്ങനെ. ആൻഡ് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫ്ലക്ഷൻ ആണ് Δ1 Δ2. ഓക്കെ, സോ എങ്ങനെയാണ് ഒരു ബോഡിയിൽ സ്ട്രെയിൻ എനർജി ഉണ്ടാവുക എന്ന് വെച്ചാൽ, നമുക്കറിയാം ഈ ഒരു ലോഡിൻ്റെ ആക്ഷൻ കണ്ടു അതിലൊരു ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ട് നമുക്കറിയാം അല്ലേ? സോ ഈ പ്രോഡക്റ്റ് ഓഫ് ലോഡ് ആൻഡ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ് വർക്ക് ഡൺ എന്ന് പറയാം അല്ലേ? ആൻഡ് ഈ ഒരു വർക്ക് ഡൺ എന്തായിരിക്കും? ആ ബോഡിയിൽ സ്ട്രെയിൻ എനർജി ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്ത് കിടക്കുക. അങ്ങനെയാണ് ബേസിക്കലി ഒരു ബോഡിയിൽ സ്ട്രെയിൻ എനർജി ഡെവലപ്പ് ആവുന്നത്. ആൻഡ് നമ്മളിവിടെ ഈ കാസ്റ്റിലാനോസ് തിയറത്തിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഈ സപ്പോസ് ഈ സ്ട്രെയിൻ എനർജീൻ്റെ വാല്യൂ നമുക്ക് അറിയാമെന്ന് വിചാരിക്കുക, യുവിൻ്റെ വാല്യൂ നമുക്ക് അറിയാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ യുവിൻ്റെ വാല്യൂ നമുക്ക് അറിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു ലോഡോ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിഫ്ലക്ഷനോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മൾ കാസ്റ്റിലാനോസ് തിയറം വെച്ചിട്ട് ചെയ്യുന്നത്. സോ നമുക്ക് ആദ്യം തന്നെ ഇതിലുള്ള ഫസ്റ്റ് കാസ്റ്റിലാനോസ് തിയറം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ കാസ്റ്റിലാനോസ് തിയറം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കാം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് സ്ട്രെയിൻ എനർജി ഓഫ് ദി സ്ട്രക്ചർ with respect to any particular force gives the displacement of the point of application of that corresponding force in the direction of its line of action. സോ ഇത് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും ഇതിൻ്റെ എക്സ്പ്രഷൻ വളരെ സിമ്പിളാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഫസ്റ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് സ്ട്രെയിൻ എനർജി ഓഫ് ദി സ്ട്രക്ചർ വിത്ത് റെസ്പെക്ട് ടു എനി പെർട്ടിക്കുലർ ഫോഴ്സ്. സോ ഞാൻ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കാം. partial derivative of strain energy with respect to particular force അല്ലേ? particular force, സപ്പോസ് ഞാൻ ഫോഴ്സിന് പി ആയിട്ട് എടുത്തത്, അതെന്ന് പറഞ്ഞാൽ എന്താണ്? gives the displacement of the point of application of corresponding force in the direction of its line of action. അതായത് ബേസിക്കലി that is equal to dou u by dou p is equal to delta I. ഓക്കെ, ഇതാണ് നമ്മുടെ കാസ്റ്റിലാനോസ് ഫസ്റ്റ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ എക്സ്പ്രഷനും. വളരെ സിമ്പിളാണ്. ഒരു 5 മാർക്കും ചോദിക്കുകയെന്ന് വെച്ചാൽ കാസ്റ്റിലാനോസ് തിയറം എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചാൽ മതി. എന്താണ്? കാസ്റ്റിലാനോസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ ഈ ഒരു എക്സ്പ്രഷനും. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫിഗർ വരച്ചിട്ട് അതൊന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി വെക്കാം. സപ്പോസ് ഇത് നമ്മുടെ ഒരു ഇലാസ്റ്റിക് ബോഡിയാണെന്ന് കരുതാം. അതിൽ ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് P1 P2 P3 P4 P5 അങ്ങനെ ഒരുപാട് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ടെന്ന് കരുതാം. അതുപോലെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫ്ലക്ഷൻ ആണ് Δ1 Δ2. ഓക്കെ, അപ്പോൾ ഈ ഒരു കാസ്റ്റിലാനോസ് തിയറം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സ്ട്രെയിൻ എനർജി അറിയാം, അതായത് ഈ ഒരു ബോഡിയിലുള്ള സ്ട്രെയിൻ എനർജീൻ്റെ വാല്യൂ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്ട്രെയിൻ എനർജീനെ വിത്ത് റെസ്പെക്ട് ടു ലോഡിനെ കൊണ്ട് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുന്നതാണ് പറയുന്നത്. അതായത് നമുക്ക് ഇവിടുത്തെ, ഞാൻ ഈ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഈ ഒരു ഫിഗർ നോക്കുക. ഈ ഒരു ഫിഗറിൽ നമുക്ക് സപ്പോസ് P1 ഉള്ള ലോഡ് കൊണ്ടുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ഓൾറെഡി സ്ട്രെയിൻ എനർജീൻ്റെ വാല്യൂ അറിയാം അല്ലേ? ആൻഡ് നമ്മൾ ആ ഒരു P1 ഉള്ള ലോഡിനെ കൊണ്ട് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് ആ ഒരു അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഫ്ലക്ഷൻ Δ1 കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ കാസ്റ്റിലാനോസ് ഫസ്റ്റ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞെന്നുള്ളൂ. ഇനി നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇതിൻ്റെ പ്രൂഫാണ്. സോ ആ പ്രൂഫ് എങ്ങനെ വരുന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, സോ നമ്മുടെ പ്രൂഫായിട്ട് എഴുതി വെച്ചുള്ള പ്രൂഫ് എങ്ങനെ ചെയ്യാൻ നോക്കാം. പ്രൂഫ്. ഓക്കെ, ലെറ്റ് P1 P2 P3 എക്സെട്ര ബി ദി ലോഡ്സ് ആക്ടിങ്. ഓക്കെ, ലോഡ് ആക്ട് ചെയ്യുന്നതാണ് നമ്മൾ P1 P2. ഓക്കെ, അതിൽ P3 ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. P3 അതിന് കറസ്പോണ്ടിങ് ഡിഫ്ലക്ഷൻ Δ3. ആൻഡ് ഇതാണ് നമ്മുടെ കാസ്റ്റിലാനോസ് തിയറത്തിൻ്റെ എക്സ്പ്രഷൻ. ഞാൻ ബോക്സിലിട്ട് വെക്കുന്നത്. ഓക്കെ, ലെറ്റ് P1 P2 P3 ബി ദ
load acting be the load acting and delta 1, delta 2, delta 3 be the corresponding displacement. Okay, so നമുക്ക് ടോട്ടൽ സ്ട്രെയിൻ എനർജി നോക്കാം. ഈ ഒരു സിസ്റ്റം ഓഫ് ഫോഴ്സ് ഇല്ലെങ്കിൽ നമ്പർ ഓഫ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് കാരണം ആ ഒരു ബോഡിയിൽ ഉണ്ടാകുന്ന ടോട്ടൽ സ്ട്രെയിൻ എനർജീൻ്റെ ഇക്വേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. യു ഇസ് ഇക്വൽ ടു സ്ട്രെയിൻ എനർജി ഈസ് ഗിവൺ ബൈ എന്തായിരിക്കും സം ഓഫ് ഈ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സിൻ്റെയും ഇല്ലെങ്കിൽ ലോഡിൻ്റെയും സം ഓഫ് സ്ട്രെയിൻ എനർജി ആയിരിക്കും അല്ലേ. സം ഓഫ് നമുക്കറിയാം സ്ട്രെയിൻ എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, സ്ട്രെയിൻ എനർജി എന്ന് പറഞ്ഞാൽ യു എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ലോഡ് ഇൻറ്റു എക്സ്റ്റൻഷൻ ആയിരുന്നു അല്ലേ. സോ നമുക്ക് ഈ ഒരു സിസ്റ്റം ഓഫ് ഫോഴ്സസ് ഇല്ലെങ്കിൽ ആ ഒരു 3 ഫോഴ്സിൻ്റെയും സം ആയിരിക്കും നമ്മുടെ ടോട്ടൽ സ്ട്രെയിൻ എനർജി അല്ലേ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരാം, ഹാഫ് ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുക്കുന്നു, P1 ഇൻറ്റു ഡെൽറ്റ 1 പ്ലസ് P2 ഇൻറ്റു ഡെൽറ്റ 2 പ്ലസ് P3 ഇൻറ്റു ഡെൽറ്റ 3 പ്ലസ് എക്സെട്ര. ഓക്കെ, ഒരുപാട് ഫോഴ്സ് ആക്ട് ചെയ്യേണ്ടതെന്ന് കരുതുക. ആൻഡ് ഇതാണ് ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഈ ഒരു ബോഡിയിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എന്തിനെ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം, ലോഡിനെ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം അല്ലേ. സോ നമുക്ക് ഈ ഒരു എക്സ്പ്രഷനിൽ നമുക്ക് കാണാം ഇതിൽ ഡെൽറ്റ 1, ഡെൽറ്റ 2, ഡെൽറ്റ 3 എന്നൊക്കെ പറഞ്ഞ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻസ് ഉണ്ട് അല്ലേ. സോ നമുക്ക് ആ ഒരു ഡെൽറ്റനെ നമുക്ക് കൺവേർട്ട് ചെയ്യണം അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യണം എന്തിൻ്റെ ടേംസിലേക്ക് ആക്കിയിട്ട്, ലോഡിൻ്റെ ടേംസിലേക്ക് ആക്കിയിട്ട് റീപ്ലേസ് ചെയ്യണം. അതെങ്ങനെയായിരുന്നു നമുക്ക് ഡെൽറ്റനെ ലോഡ് ടേംസിലേക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുക, നമ്മൾ അതിനായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്, എന്ത് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻ്റ് എന്താണെന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സോ ഞാൻ ഈ ഒരു ഇതിൻ്റെ താഴെ തന്നെ എഴുതുന്നുണ്ട്, ആ കണ്ടിന്യൂഷൻ കിട്ടാനാണ്. സപ്പോസ് നമ്മുടെ ഡെൽറ്റ 1 എന്നുള്ള അതായത് ആ ഒരു ഡെൽറ്റ 1 അതായത് ഡിഫ്ലക്ഷൻ അറ്റ് പോയിന്റ് 1 അത് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, എന്തിൻ്റെയൊക്കെ അല്ലെങ്കിൽ ടോട്ടൽ ആ ഒരു ഡിഫ്ലക്ഷനോ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റോ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയൊക്കെ സമ്മാണ് നമുക്കറിയാം, ആ ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ഇൻഫ്ലുവൻസ് ഫാക്ടർ അറ്റ് P1 അല്ലേ. പിന്നെ രണ്ടാമത് എന്തായിരുന്നു, 2 എന്നുള്ള പോയിന്റിൽ ആക്ട് ചെയ്യുന്ന ലോഡ് കൊണ്ടും 1 എന്നുള്ള പോയിന്റിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകും അല്ലേ. എങ്ങനെയായിരുന്നു, ഞാനൊരു ബലൂണിൻ്റെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞു, നമ്മൾ 2 ഫിംഗേഴ്സ് കൊണ്ട് പ്രസ് ചെയ്താൽ നമുക്കറിയാം ഒരു ഫിംഗർ കൊണ്ട് പ്രസ് ചെയ്താലും മറ്റേ ഫിംഗറിൽ നമുക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് ഇല്ലെങ്കിൽ അതിലുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ് ഫീൽ ചെയ്യുന്നുള്ളത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 എന്നുള്ള പോയിന്റിൽ 2 എന്നുള്ള ലോഡ് കൊണ്ടും അതുപോലെ 3 എന്നുള്ള ലോഡ് കൊണ്ടും അവിടെ എന്ത് സംഭവിക്കും, ഒരു ഡിസ്പ്ലേസ്മെന്റ് ക്രിയേറ്റ് ചെയ്യും അല്ലേ. സോ ആ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, A11 പ്ലസ് A11 ഇൻറ്റു P1 പ്ലസ് A12 P2. ഇതെന്തായിരുന്നു A12 എന്നതിൻ്റെ സിഗ്നിഫിക്കൻസ്, A12 എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് 1 ഡ്യൂ ടു ലോഡ് 2. ഓക്കെ, അതായിരുന്നു അതിൻ്റെ മീനിങ്. ആൻഡ് പിന്നെ എന്ത് വരും, മൂന്നാമതൊരു സിസ്റ്റം കൂടെ ഉണ്ട്, അപ്പോൾ എന്ത് വരും A13 ഇൻറ്റു P3 അല്ലേ. A13 ഇൻറ്റു P3 അതെന്താണ്, A13 എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് അറ്റ് 1 ഡ്യൂ ടു ലോഡ് അറ്റ് P. ഓക്കെ, പ്ലസ് എക്സെട്ര. ഓക്കെ, പ്ലസ് എക്സെട്ര. ഇതാണ് നമ്മുടെ ഡെൽറ്റ 1 അല്ലേ. സോ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡെൽറ്റ 1ൻ്റെ വാല്യൂ P1 ഡെൽറ്റ 1ൽ ആ ഡെൽറ്റ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിമിലർലി നമുക്ക് ഡെൽറ്റ 2 കണ്ടുപിടിക്കണം, ഡെൽറ്റ 3 കണ്ടുപിടിക്കണം. ഞാൻ ഈ കണ്ടിന്യൂഷൻ കിട്ടാനാണ് ഡെൽറ്റ 1 ഇവിടെ ഇത്, ഡെൽറ്റ 2 ഡെൽറ്റ 3 ഞാൻ അടുത്ത സ്ലൈഡിൽ എഴുതിയിട്ട് ഞാൻ ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, അത് ശ്രദ്ധിച്ചോളാം. സിമിലർലി ഡെൽറ്റ 2 എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു, ഒന്ന് ആ ഡയറക്റ്റ് ലോഡിനെ കൊണ്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് അല്ലേ. പിന്നെ A21 P1 എന്താണ്, P1 എന്നുള്ള ലോഡിനെ കൊണ്ട് 2ലുള്ള ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അതുപോലെ A23 P3 3 എന്നുള്ള ലോഡിനെ കൊണ്ട് 2ലുള്ള പോയിന്റിലുള്ള ഡിസ്പ്ലേസ്മെന്റ് പ്ലസ് എക്സെട്ര. ഓക്കെ, നമ്മൾ എന്തിനായിരുന്നു ഈ ഡെൽറ്റനെ മാറ്റിയിരുന്നത്, എന്തിനായിരുന്നു നമ്മൾ ആ ഡെൽറ്റനെ Pൻ്റെ ടേംസിലേക്കാക്കി മാറ്റിയിരുന്നത്, അതാണ് പറയുന്നത്. ഇൻ ഓർഡർ ടു എന്തിനായിരുന്നു, ഇൻ ഓർഡർ ടു ഡിഫറൻഷിയേറ്റ്. ഓക്കെ, നമുക്ക് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം Pൻ്റെ ടേംസിലേക്ക് ആക്കിയിട്ട് ഇതിനെ. ഇൻ ഓർഡർ ടു ഡിഫറൻഷിയേറ്റ്. ഓക്കെ, ഇത് ഡിഫറൻഷിയേറ്റ് എന്ന് ഉദ്ദേശിച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ആണ്. ഓക്കെ, റീപ്ലേസ് ഡെൽറ്റ ബൈ P. ഓക്കെ, ഡിഫ്ലക്ഷൻ ബൈ P. അതുകൊണ്ടാണ് നമ്മൾ ഡെൽറ്റനെ ലോഡിൻ്റെ ടേംസിലാക്കി കൺവേർട്ട് ചെയ്തത്. സോ ഞാൻ ഈ ഒരു ഡെൽറ്റ 1 ഡെൽറ്റ 2 ഡെൽറ്റ 3 എടുക്കേണ്ട നമ്മൾ, കാരണം വലിയൊരു എക്സ്പ്രഷൻ ആയി പോകും. അതുകൊണ്ട് ഞാൻ ഡെൽറ്റ 1 ഡെൽറ്റ 2 മാത്രം എടുത്തിട്ട് ആ നമ്മുടെ ഇക്വേഷൻ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ഡെൽറ്റ 1 ഡെൽറ്റ 2 ഇൻ ഇക്വേഷൻ 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ സ്ട്രെയിൻ എനർജി
u is equal to 1/2 ഇൻറ്റു ഞാൻ വലിയൊരു ബ്രാക്കറ്റിലാക്കി ഇതാണ് P1 ഇൻറ്റു Δ1 ആയിരുന്നു വരുന്നത് അല്ലേ. നമുക്ക് Δ1 എന്താണെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു Δ1 എന്ന് പറഞ്ഞാൽ A11 P1 പ്ലസ് A22 സോറി A11 P1 പ്ലസ് A12 P2 പ്ലസ് എക്സെട്ര. ഓക്കെ, കുറേ ടൈംസ് ഉണ്ട്, ഞാനത് എഴുതുന്നില്ല. പിന്നെ ബാക്കി എന്തായിരുന്നു വരിക പ്ലസ് P2 ഇൻറ്റു Δ2 ആണ് അല്ലേ. നമുക്ക് Δ2ൻ്റെ വാല്യൂ മേലെ കിട്ടിയിട്ടുണ്ട്. എന്തായിരുന്നു അത് ഇവിടെ എഴുതി കൊടുക്കുക. P2 ഇൻറ്റു A21 P1 പ്ലസ് A22 P2 പ്ലസ് എക്സെട്ര. ഓക്കെ, നമുക്ക് തൽക്കാലം ഈ രണ്ട് ടേംസ് മതി. P3ൻ്റെ ടേംസ് എടുക്കണ്ട, ഇല്ലെങ്കിൽ വീണ്ടും ആ ഒരു ടേം വലുതായി പോകും. ഓക്കെ, ഇവിടെ ശരിക്കും കുറച്ചുകൂടി ടേംസ് ഉണ്ട് കേട്ടോ, ഞാൻ അതിവിടെ എഴുതുന്നില്ല എന്നുള്ളൂ. പ്ലസ് എക്സെട്ര. ഓക്കെ, ആൻഡ് നമ്മൾ അടുത്തതായിട്ട് ആ ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് കിട്ടും? ആസ് യൂഷ്വൽ ഞാൻ ഈ 1/2നെ കോമൺ ആയിട്ട് പുറത്തെടുത്ത്. ഓക്കെ, A11 P1 സ്ക്വയർ. ഓക്കെ, പിന്നെ എന്ത് വരും? A12 P1 P2 എന്ന് കിട്ടും. ഓക്കെ, പ്ലസ് എക്സെട്ര. ഓക്കെ, ആ ബ്രാക്കറ്റിലുള്ള എക്സെട്ര ടൈംസ്. പിന്നെ P2ൻ്റെ ബ്രാക്കറ്റ് എടുത്ത് നോക്കാം. P2 ഇൻറ്റു എന്തൊക്കെയാ വരിക? A21 P1 വരും അല്ലേ. A21 P1 വരും. സോ ഞാൻ അതിനെ ക്ലബ് ചെയ്തിട്ട് ഒരുമിച്ച് ചെയ്താണ്. എന്ത്? A21 P1 P2. അതുപോലെ മറ്റേ ടൈം എന്താണ്? P2 ഇൻറ്റു A22 P2 എന്ന് പറഞ്ഞാൽ A22 P2 സ്ക്വയർ പ്ലസ് എക്സെട്ര. ആ ടൈമും ഇങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് പോകും. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ 1/2 ഇൻറ്റു ഈ സ്ക്വയർ വരുന്ന ടേംസ്, അതായത് A11 P1 സ്ക്വയർ എന്നൊക്കെ പറഞ്ഞാൽ, അതുപോലെ ഇവിടെ A22 P2 സ്ക്വയർ, അതുപോലെ A33 P3 സ്ക്വയർ, അങ്ങനത്തെ ഒരു ടേം ഉണ്ടെങ്കിൽ അത് അങ്ങനത്തെ ആ ഒരു സ്ക്വയർ വരുന്ന ടേംസിനെല്ലാം ഒരുമിച്ച് എടുത്ത് ചെയ്തതാണ്. ഓക്കെ, സോ അങ്ങനെ A11 P1 സ്ക്വയർ പ്ലസ് A22 P2 സ്ക്വയർ, ഇതെന്തിനാന്നുള്ളത് നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിൽ മനസ്സിലാവും. പ്ലസ് എക്സെട്ര, അങ്ങനത്തെ A33 P3 സ്ക്വയർ, അങ്ങനെ ഒരുപാട് ടേംസ് ഉണ്ടെന്ന് കരുതുക. ഇനി അടുത്തായിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ A12 P1 P2 പ്ലസ് A21 P1 P2. ഓക്കെ, ഇത് രണ്ടും ഞാൻ ഒരുമിച്ച് എഴുതി. പിന്നെ എന്താ, ഈ ഒരു ടേം മാത്രമല്ല, വീണ്ടും എന്താണ് A13 P1 P3, അതുപോലെ A31 P1 P3, അങ്ങനെ ഒരുപാട് ടേംസ് ഉണ്ട്. ഞാൻ എല്ലാ ടേംസും കൂടെ എടുത്ത് എഴുതുന്നില്ല. ഫോർ ദ ടൈം ബീങ് ഞാൻ റെപ്രസെൻറ്റ് ചെയ്തിട്ട് ഒരു ടേം എഴുതിയിട്ടുണ്ട്, അത് നോക്കാം. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, അടുത്ത സ്റ്റെപ്പിൽ നമുക്കറിയാം എന്ത്? ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് ഓഫ് A12 ഈക്വൽ ടു A21 ആണെന്ന് നമുക്കറിയാം അല്ലേ. മാക്സ്വെൽ റെസിപ്രോക്കൽ തിയറം വെച്ചിട്ട് നമ്മളിത് പ്രൂവ് ചെയ്തായിരുന്നു അല്ലേ. അപ്പം ഇത് A12 ഈക്വൽ ടു A21 ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെന്ത് എഴുതാം? ക്ലബ് ചെയ്തിട്ട് സം ചെയ്തിട്ട് 2A1 A2 എന്ന് എഴുതാം അല്ലേ. സോറി, 2A12 എന്ന് എഴുതാം അല്ലേ. കാരണം A21 A12 മാക്സ്വെൽ റെസിപ്രോക്കൽ തിയറം പ്രകാരം സെയിം ആണെന്ന് അറിയാം. സോ നമുക്ക് ആഡ് ചെയ്യാം ആ ഒരു ടൈമിനെ. അതാണ് ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു A11 P1 സ്ക്വയർ പ്ലസ് A22 P2 സ്ക്വയർ പ്ലസ് എക്സെട്ര. ഓക്കെ, ഞാൻ ഈ രണ്ട് ടേംസിൽ നിന്നും കൂടെ A12 ഈക്വൽ ടു A21 ആയതുകൊണ്ട് തന്നെ അതിന് രണ്ടും ഞാൻ ആഡ് ചെയ്യാണ്. ഓക്കെ, 2A12 P1 P2. ഓക്കെ, അടുത്ത ടൈം ഇവിടെ ഇല്ല, എന്നാലും അടുത്ത ടൈം നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എന്തായിരിക്കും വരിക? 2 ഇൻറ്റു A13 P1 P3 പ്ലസ് എക്സെട്ര. അങ്ങനെ ആ ടൈം ഇൻഫിനിറ്റ് ആയിട്ട് ഇൻഫിനിറ്റ് സീരീസ് ആയിട്ട് പോകും. ഓക്കെ, അല്ലെങ്കിൽ എത്ര ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടോ അത്രയും ഫോഴ്സിൻ്റെ ടൈംസ് വെച്ചിട്ട് ആ ഒരു സീരീസ് ആയിട്ട് പോകും. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആൻഡ് ഈ ഒരു ഇക്വേഷന് ഞാൻ 2 എന്നും കൊടുത്ത്, അടുത്തായിട്ട് നമ്മൾ കാസ്റ്റിലോനോസ് തിയറം അറ്റ് പോയിന്റ് 1 എന്നുള്ള, അല്ലെങ്കിൽ ആ ലോഡ് 1 എന്നുള്ള പോയിന്റിൽ ലോഡ് ആക്ട് ചെയ്യുന്നത് വെച്ചിട്ട് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ അടുത്തതായിട്ട് ഇവിടെ ചെയ്യുന്നത്. ഡോ യു ബൈ ഡോ P1, അതായത് പോയിന്റ് 1 വിത്ത് 1 അബൌട്ട് പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യാണ് ഞാൻ. ഓക്കെ, സോ അത് ചെയ്താൽ എന്ത് കിട്ടും? ഡോ ബൈ ഡോ P1 ഓഫ്, ഞാൻ ആ യു എന്നുള്ള ടേംസ് ഒന്നും കൂടെ ഞാൻ ഇവിടേക്ക് എടുത്ത് എഴുതാണ്. എന്തായിരുന്നു വരിക? 1/2 ഇൻറ്റു A11 P1 സ്ക്വയർ പ്ലസ് A22 P2 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 2A1 A12 P1 P2 പ്ലസ്
ടു A13 P1 P3 പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞു പോകും അല്ലേ. ഓക്കെ, സോ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്ത് കിട്ടും നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ ആ 1/2 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് അതിനെ പുറത്തേക്ക് എടുത്ത് 1/2 ഇൻറ്റു ബാക്കി എന്താ വരിക, ഡോ ബൈ ഡോ പി ഓഫ് A11 P1 സ്ക്വയർ. അപ്പം A11 കോൺസ്റ്റന്റ് ആണ്, ബാക്കി എന്താ ഉണ്ടാവുക, P1 സ്ക്വയർ ആണ് അല്ലേ. ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2x ആണ് അല്ലേ. അപ്പോൾ എന്ത് വരും, 2 ഇൻറ്റു A11 ഇൻറ്റു P1 കിട്ടും. ഓക്കെ, രണ്ടാമത്തെ ടേം എന്തായിരിക്കും കിട്ടുക, ഇത് 0 ആയി മാറും. എന്തുകൊണ്ടാണ്, അവിടെ P1 ടേം ഇല്ല. അപ്പോൾ നമ്മൾ പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ആ ഒരു ടേം 0 ആകും. ഓക്കെ, ആ ഒരു ടേം മാത്രമല്ല എന്താണ്, പിന്നെ അടുത്ത ടേമിൽ എന്തായിരിക്കും, P3 ആയിരിക്കും ഉണ്ടാവുക, അവിടെയും P1 ഉണ്ടാവില്ല. സോ അങ്ങനെ അവിടെ ഉണ്ടാകുന്ന എല്ലാ ടേംസും ബാക്കി 0 ആയിട്ട് കിട്ടും. ആൻഡ് പ്ലസ് ബാക്കി എന്താ വരുന്നത്, ബാക്കി ഇവിടെ ഈ ഒരു ടേം നോക്കാം. ഈ ഒരു ടേമിൽ എന്താണ് ഉണ്ടാവുന്നത്, റിമൈനിങ് ആയിട്ട് 2 A1 to P2 കിട്ടും അല്ലേ. പ്ലസ് മറ്റേ ഈ ഒരു ടേമിന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും, പ്ലസ് വിത്ത് പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിത്ത് റെഫറൻസ് ടു P1 ചെയ്താൽ ഇവിടെ എന്ത് കിട്ടും നമുക്ക്, 2 A13 P3 കിട്ടും അല്ലേ. പ്ലസ് എക്സെട്ര ആ ടേം ഇൻഫിനിറ്റ് പോകുന്നുണ്ട് കരുതുക. ഓക്കെ, സോ നമുക്കറിയാം ഇതിലെല്ലാത്തിനും 2 കോമൺ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ 2 എല്ലാത്തിനും എല്ലാ സ്ഥലത്തും ക്യാൻസൽ ചെയ്യാം. 2 ഇവിടെ ക്യാൻസൽ ചെയ്ത് ഇവിടെ ക്യാൻസൽ ചെയ്ത് എല്ലാം ക്യാൻസൽ ചെയ്ത് അല്ലേ. ബാക്കി നമുക്ക് എന്താ കിട്ടുക, ബാക്കി കിട്ടുന്നതാണ് ഞാൻ ഇവിടെ നിന്ന് എഴുതി വെക്കുന്നത്, A11 P1 പ്ലസ് A12 P2 പ്ലസ് A13 P3. ആൻഡ് ഈ ഒരു ടേം നിങ്ങൾ എവിടെയോ ഒന്ന് കണ്ടിട്ടുണ്ട്. ഇതാ ഈ ഒരു ടേം എന്താണ് ഇതെന്ന് പറഞ്ഞാൽ, ഇതെന്ന് പറഞ്ഞാൽ ബേസിക്കലി Δ1 ആണ്. നമ്മുടെ ഫസ്റ്റത്തെ സ്ലൈഡിൽ എഴുതിയതാണ് അല്ലേ. സോ നമുക്ക് എന്ത് കിട്ടി, നമുക്ക് ഇതിൽ എന്ത് മനസ്സിലാക്കാൻ സാധിച്ചു, ഡോ യു ബൈ ഡോ പി അറ്റ് പോയിന്റ് 1 ഈസ് ഈക്വൽ ടു ഡിഫ്ലക്ഷൻ അറ്റ് കറസ്പോണ്ടിങ് പോയിന്റ് അല്ലേ. അങ്ങനെ നമ്മൾ ഈ കാസ്റ്റിലാനോസ് തിയറം പ്രൂവ് ചെയ്ത്. സോ ഈ ഒരു പ്രൂഫ് പഠിച്ചോളുക, ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ രണ്ട് പ്രൂഫും എഴുതി വെക്കണം. രണ്ട് പ്രൂഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, കാസ്റ്റിലാനോസ് ഫസ്റ്റ് തിയറത്തിൻ്റെ പ്രൂഫ് മാത്രമാണ് ആയത്. കാസ്റ്റിലാനോസ് സെക്കൻഡ് തിയറും സിമിലർ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസമുള്ളൂ. അത് നമുക്കത് എടുക്കുമ്പോൾ പറയാം. സോ ഫസ്റ്റ് തിയറം വളരെ വ്യക്തമായും ക്ലിയർ ആയും തന്നെ മനസ്സിലാക്കുക അല്ലേ. സോ അതിൻ്റെ താഴെ നിങ്ങൾ എന്ത് ചെയ്തേക്കുക, ഒന്ന് ബോക്സിലാക്കി വെച്ചേക്കുക, ഹെൻസ് പ്രൂവ്ഡ്. ഓക്കെ, ഇനി നമുക്ക് കാസ്റ്റിലാനോസ് സെക്കൻഡ് തിയറം നോക്കാം. ഓക്കെ, കാസ്റ്റിലാനോസ് സെക്കൻഡ് തിയറം പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് സ്റ്റിഫ്നെസ് കോഎഫിഷ്യന്റ് ഓഫ് ഫോഴ്സ് KIJ എന്താണെന്ന് അറിയണം. ഓക്കെ, KIJ. അപ്പം ഈ സ്റ്റിഫ്നെസ് കോഎഫിഷ്യന്റ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത ഒരു ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ടായിരുന്നു. സോ അതുമായിട്ട് സിമിലർ ആണ് കുറേയൊക്കെ. വ്യത്യാസങ്ങൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് അറിയുന്ന ഒരു കുട്ടിക്ക് സ്റ്റിഫ്നെസ് കോഎഫിഷ്യന്റ് വളരെ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. സോ ഞാൻ ആദ്യം തന്നെ ആ ഒരു സ്റ്റിഫ്നെസ് കോഎഫിഷ്യന്റ് എന്താണെന്നുള്ളത് സ്റ്റേറ്റ് ചെയ്യാം. ഓക്കെ, ഡെഫിനിഷൻ അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞായിരിക്കുക. നെറ്റ് ഫോഴ്സ് ആക്ട് അറ്റ് പോയിന്റ് I ഡ്യൂ ടു ഡിഫ്ലക്ഷൻ അറ്റ് പോയിന്റ് J ആണ്. ഓക്കെ, അതായത് I എന്ന് പറഞ്ഞാൽ ഈ കേസിൽ എന്തായിരുന്നു, I എന്ന് പറഞ്ഞാൽ ഈ കേസിൽ ഫോഴ്സ് ഇല്ലെങ്കിൽ ലോഡ് ആയിരിക്കും. J എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷനും ആയിരിക്കും. ഓക്കെ, ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. നമ്മൾ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് A എന്ന് പഠിച്ചപ്പോൾ എന്തായിരുന്നു പറഞ്ഞത്, A എന്ന് പറഞ്ഞാൽ IJ എന്ന് പറഞ്ഞാൽ അവിടെ I എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷനും J എന്ന് പറഞ്ഞാൽ ലോഡ് ആയിരുന്നു. ഓക്കെ, ഇത് നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് കിടക്കുകയാണ്. ഒന്ന് അറിഞ്ഞിരിക്കുക ആ ഒരു കാര്യം. സോ നമുക്ക് ഒരു ഫിഗർ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്നുകൂടെ നോക്കാം എന്താണ് ഈ IJ എന്നൊക്കെ ഉള്ളത്. ഇവിടെ P1 ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്, അതുപോലെ Δ1 ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു P2 Δ2. ഓക്കെ, ആസ് യൂഷ്വൽ കാര്യങ്ങൾ തന്നെ. സോ ഇവിടെ K11 എന്ന് പറഞ്ഞാൽ എന്താണ്, നെറ്റ് ഫോഴ്സ് ആക്ടിങ് അറ്റ് 1 ഡ്യൂ ടു ഡിഫ്ലക്ഷൻ അറ്റ് പോയിന്റ് 1. ഓക്കെ, വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ K12 എന്ന് പറഞ്ഞാലോ ഒന്നുമില്ല, നെറ്റ് ഫോഴ്സ് ആക്ടിങ് അറ്റ് പോയിന്റ് 1 ഡ്യൂ ടു ഡിഫ്ലക്ഷൻ അറ്റ് പോയിന്റ് 2. ഓക്കെ, നമ്മളൊരു ബലൂണിൻ്റെ കേസിൻ്റെ അടുത്ത് കൺസിഡർ ചെയ്യുക. നമ്മളറിയാം, സപ്പോസ് നമ്മൾ 2 എന്നുള്ള പോയിന്റിൽ പ്രസ് ചെയ്താൽ നമുക്ക് 1 എന്നുള്ള പോയിന്റിൽ ഒരു ഫോഴ്സ് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അതേപോലെയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പം K12 എന്ന് പറഞ്ഞാൽ സ്റ്റിഫ്നെസ് കോഎഫിഷ്യന്റ് ആണ്, അതിൽ 1ഉം 2ഉം ഇല്ലെങ്കിൽ KIJയിൽ Iയും J എന്താണെന്നുള്ളത് വളരെ വ്യക്തമായും കൃത്യമായും തന്നെ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്തിനാണ് ശരിക്കും ഒരു സ്റ്റിഫ്നെസ് കോഎഫിഷ്യന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അതാണ് ഞാൻ ഇവിടെ നിന്ന്
എഴുതുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് അറിഞ്ഞിരിക്കണം എന്തിനാണ് നമ്മൾ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റിനും അതുപോലെ സ്റ്റിഫ്നെസ് കോഎഫിഷ്യൻ്റ് ഒക്കെ യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. നമുക്കറിയാം നമ്മൾ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റ് കഴിഞ്ഞ പ്രാവശ്യം എന്തായിരുന്നു യൂസ് ചെയ്തത്? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ലോഡിൻ്റെ ടേംസിലാക്കിയിട്ട് കൺവേർട്ട് ചെയ്യാനായിരുന്നു നമ്മൾ കഴിഞ്ഞ ഒരു കാസ്റ്റിലാനോസ് ഫസ്റ്റ് തിയറത്തിൽ ഇൻഫ്ലുവൻസ് കോഎഫിഷ്യൻറ്റ് യൂസ് ചെയ്തത് അല്ലേ? എന്നാൽ ചില കേസിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ലോഡ് അല്ലെങ്കിൽ ഫോഴ്സിനെ ഡിസ്പ്ലേസ്മെൻറ്റ് ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിനാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? ബേസിക്കലി സ്റ്റിഫ്നെസ് കോഎഫിഷ്യൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അത് ഞാനിവിടെ എഴുതി വെക്കുകയാണ്. ഇൻ ഓർഡർ ടു എന്തിനാണ് ഈ സ്റ്റിഫ്നെസ് കോഎഫിഷ്യൻറ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഇൻ ഓർഡർ ടു റീപ്ലേസ് ഫോഴ്സ് ഇൻ ടേംസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ സ്റ്റിഫ്നെസ് കോഎഫിഷ്യൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ഫോഴ്സിനെ ഡിസ്പ്ലേസ്മെൻറ്റ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുന്നതെന്ന്. ഓക്കെ, സപ്പോസ് P1 എന്നുള്ള ലോഡിനെ ഞാൻ എങ്ങനെ ഈ ഒരു സ്റ്റിഫ്നെസ് കോഎഫിഷ്യൻറ്റ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. സപ്പോസ് അതിനായിട്ട് ഞാനൊരു P3 എന്ന് പറഞ്ഞൊരു ലോഡും ഈ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്നുണ്ട്, കറസ്പോണ്ടിങ് ഡിസ്പ്ലേസ്മെൻറ്റ് Δ3 എന്ന് കരുതുക. ഓക്കെ, അപ്പം നമുക്കറിയാം ലോഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിഫ്ലക്ഷൻ ആണ്. ആൻഡ് ആ ഡിഫ്ലക്ഷൻ്റെ ആ ഒരു ഇത് ഒഴിവാക്കാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്തത്? സ്റ്റിഫ്നെസ് കോഎഫിഷ്യൻറ്റ് ഡെൽറ്റ യൂസ് ചെയ്തത് അല്ലേ? അപ്പോൾ നമുക്ക് P1 ആക്ട് ചെയ്യുന്ന ലോഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്തായിരുന്നു? K11 ഇൻറ്റു Δ1 പ്ലസ് അത് മാത്രമാണ് അവിടെ ലോഡ് ആക്ട് ചെയ്യുക അല്ല. അവിടെ ആക്ട് ചെയ്യുന്നത് എന്തായിരിക്കും? നമുക്കറിയാം ഈ 2 എന്നുള്ള പോയിന്റ് അല്ലെങ്കിൽ 3 എന്നുള്ള പോയിന്റിലും അവിടെ ഒരു ലോഡ് ആക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ ഒരു ഡിസ്പ്ലേസ്മെന്റ് കൊണ്ടും എന്താണ് പോയിന്റ് 1 ഒരു ലോഡ് അല്ലെങ്കിൽ ഫോഴ്സ് ആക്ട് ചെയ്യും അല്ലേ? അപ്പം ആ ഒരു കാര്യങ്ങളാണ് ഞാനിവിടെ അടുത്ത എഴുതി വെക്കുന്നത്. K12 ഇൻറ്റു Δ2 പ്ലസ് K13 ഇൻറ്റു Δ3. അപ്പോൾ എന്താണ് ഈ K12 ഇൻറ്റു Δ2 എന്ന് പറഞ്ഞാൽ? K12 എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആക്ടിങ് അറ്റ് പോയിന്റ് 1 ഡ്യൂ ടു ഡിഫ്ലക്ഷൻ അറ്റ് പോയിന്റ് 2. ഓക്കെ, ആൻഡ് K13 Δ3 എന്ന് പറഞ്ഞാലോ ഫോഴ്സ് ആക്ടിങ് അറ്റ് പോയിന്റ് 1 ഡ്യൂ ടു ഡിഫ്ലക്ഷൻ അറ്റ് 3. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം വളരെ വ്യക്തമായി തന്നെ മനസ്സിലാക്കുക. സിമിലർലി നമുക്ക് എന്ത് ചെയ്ത് വെക്കാം? P2 എന്ന് പറഞ്ഞാൽ എന്താണ്? K21 Δ1 പ്ലസ് K22 Δ2 പ്ലസ് K23 Δ3. ഓക്കെ, അതുപോലെ P3 ഈക്വൽ ടു എന്ത് വരും? K31 Δ1 പ്ലസ് K32 Δ2 പ്ലസ് K33 Δ3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ വന്നു നിൽക്കുക നിങ്ങൾ അറിഞ്ഞിരിക്കുക. നമുക്ക് ഈ ഒരു റിലേഷൻസ് യൂസ് ചെയ്തിട്ട് വേണം കാസ്റ്റിലാനോ സെക്കൻഡ് തിയറം സോൾവ് ചെയ്യാൻ. ആൻഡ് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയാം കാസ്റ്റിലാനോ സെക്കൻഡ് തിയറം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. കാരണം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കും, എന്നാലും ജസ്റ്റ് ഒന്ന് കമ്പാരിസൺ പോലെ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. നമുക്കറിയാം കാസ്റ്റിലാനോസ് ഫസ്റ്റ് തിയറം എന്തായിരുന്നു പറഞ്ഞത്? കാസ്റ്റിലാനോസ് ഫസ്റ്റ് തിയറത്തിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സ്ട്രെയിൻ എനർജിയെ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വിത്ത് റെസ്പെക്ട് ടു ലോഡിനെ കൊണ്ട് നമ്മൾ പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്താൽ നമുക്ക് കറസ്പോണ്ടിങ് ഡയറക്ഷനിലുള്ള ഡിഫ്ലക്ഷൻ കിട്ടും അല്ലേ? അപ്പം അതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? അല്ലെങ്കിൽ അതിൽ നിന്നും നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് കാസ്റ്റിലാനോസ് സെക്കൻഡ് തിയറും കിട്ടും. അതായത് ആ കാസ്റ്റിലാനോസ് ഫസ്റ്റ് തിയറത്തിൽ പീനും ഡെൽറ്റാനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്താൽ നമുക്ക് ബേസിക്കലി എന്താണ് കാസ്റ്റിലാനോസ് സെക്കൻഡ് തിയറും കിട്ടും. അതായത് നമ്മൾ ഈ ഒരു സ്ട്രെയിൻ എനർജിയെ വിത്ത് റെഫറൻസ് ടു ഡിഫ്ലക്ഷനെ കൊണ്ട് പാർഷ്യൽ ഡിഫറൻസിയേഷൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കറസ്പോണ്ടിങ് ലോഡ് അറ്റ് ദാറ്റ് പോയിന്റ് കിട്ടും. ഇതാണ് കാസ്റ്റിലാനോസ് സെക്കൻഡ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ, വളരെ വ്യക്തമായി തന്നെ അറിഞ്ഞിരിക്കുക. ഇതിൻ്റെ പ്രൂഫും കാര്യങ്ങളും സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നമ്മൾ അടുത്ത സ്ലൈഡിൽ എടുക്കും. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഓവറലായിട്ട് പറഞ്ഞു തന്നുള്ളൂ. ഓക്കെ, ഫോർ ദ ടൈം ബീങ് നിങ്ങൾ ഈ ഒരു ഫിഗറും അതുപോലെ P1, P2, P3 വാല്യൂസും ഒന്ന് ഓർത്തിരിക്കുക. നമുക്ക് കാസ്റ്റിലാനോസ് സെക്കൻഡ് തിയറത്തിൻ്റെ പ്രൂഫിൽ ആവശ്യം വരും. ഓക്കെ, സോ കാസ്റ്റിലാനോസ് സെക്കൻഡ് തിയറം എന്താണെന്ന് നോക്കാം. അപ്പം അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ആദ്യം നോക്കാം. The partial derivative of the strain energy of an elastic system with respect to any selected displacement in a particular point gives the force P acting at that point. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് സ്ട്രെയിൻ എനർജി of an elastic system with respect to any selected displacement. ഞാൻ ഡോ ഇൻറ്റു
ഡെൽറ്റ, ഇത് ഡോ ഇൻറ്റു ഡെൽറ്റ എന്നൊക്കെ നമുക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, സപ്പോസ് ഡെൽറ്റ ith ഡയറക്ഷൻ ആണെന്ന് കരുതുക. ഓക്കെ, അതായത് സ്ട്രെയിൻ എനർജി വിത്ത് റെഫറൻസ് ടു ഞാൻ ith ഡയറക്ഷനിലെ ഡിസ്പ്ലേസ്മെൻറ്റിനെ കൊണ്ട് പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡ് കിട്ടും, ith ഡയറക്ഷനിലുള്ള ലോഡ് കിട്ടും. ഇതാണ് സിംപ്ലി നമുക്ക് എന്ത് പറയാം? കാസ്റ്റിലാനോസ് സെക്കൻഡ് തിയറം എന്ന് പറയാം. ഓക്കെ, കാസ്റ്റിലാനോസ് സെക്കൻഡ് തിയറം ജസ്റ്റ് ഒന്ന് ബോക്സിൽ ഇട്ട് വെക്കുക. സോ അറിയാം, ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെറിയ മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കാസ്റ്റിലാനോസ് ഫസ്റ്റ് തിയറും സെക്കൻഡ് തിയറും എഴുതി വെച്ചിട്ട് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി വെച്ചിട്ട് ഈ ഒരു എക്സ്പ്രഷൻ എഴുതി വെച്ചാൽ മതി. പക്ഷേ പല കേസിലും ഇതിൻ്റെ പ്രൂഫ് അടക്കമാണ് ചോദിക്കാറ്. സോ നമുക്ക് ഇതിൻ്റെ പ്രൂഫും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ നമ്മൾ കാസ്റ്റിലാനോസ് ഫസ്റ്റ് തിയറം ഡെറൈവ് ചെയ്ത പോലെ തന്നെ. സോ നമുക്ക് പ്രൂഫിലേക്ക് കിടക്കാം ഇതിൻ്റെ. ഓക്കെ, പ്രൂഫ്. അപ്പം ലെറ്റ് നമ്മൾ കാസ്റ്റിലാനോസ് ഫസ്റ്റ് തിയറം ചെയ്ത അതേ പ്രൊസീജിയർ തന്നെയാണ് ഇവിടെയും വരിക. ലെറ്റ് P1 P2 P3 ആണ് എന്ത്? ലോഡ് ആക്ടിങ് ആണ് ബോഡി. നമ്മൾ ആ ഒരു കഴിഞ്ഞ സ്റ്റിഫ്നെസ് കോഫിഷ്യൻറ്റിൻ്റെ ഫിഗർ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ആ ഒരു ഫിഗർ തന്നെയാണ് നമുക്ക് ഇവിടെയും വേണ്ടി വരിക. അപ്പം ലെറ്റ് P1 P2 P3 ദി ലോഡ് ആക്ടിങ് ഓൺ എ ഇലാസ്റ്റിക് ബോഡി ആൻഡ് കറസ്പോണ്ടിങ് ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ ബി Δ1, Δ2, Δ3 എക്സെട്ര അലോങ് ദി, അതും കൂടെ പറയണം. ഓക്കെ, അലോങ് ദി ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ലോഡ്. ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ലോഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ട്രെയിൻ എനർജി എന്താണെന്ന് അറിയാം. ദെൻ സ്ട്രെയിൻ എനർജി ഈസ് ഗിവൺ ബൈ, സ്ട്രെയിൻ എനർജിയെ നമ്മൾ യു വെച്ചിട്ടായിരുന്നു റെപ്രസെൻറ്റ് ചെയ്യുക അല്ലേ. സ്ട്രെയിൻ എനർജി യു ഇസ് ഗിവൺ ബൈ എന്തായിരുന്നു? ഹാഫ് ഇൻറ്റു P1 ഇൻറ്റു Δ1 പ്ലസ് P2 ഇൻറ്റു Δ2 പ്ലസ് P3 ഇൻറ്റു Δ3 അല്ലേ. നമ്മുടെ കാസ്റ്റിലാനോസ് ഫസ്റ്റ് തിയറത്തിലുള്ള അതേ പ്രൊസീജിയറാണ് ഇതുവരെ വരിക. എന്നാൽ ഇനിയാണ് മാറ്റം വരുന്നത്. നമ്മൾ കഴിഞ്ഞ കേസിൽ എന്തായിരുന്നു ചെയ്തത്? കഴിഞ്ഞ കേസിൽ നമ്മൾ ഡിഫ്ലക്ഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയായിരുന്നു ചെയ്തത് അല്ലേ, ഇൻഫ്ലുവൻസ് കോഫിഷ്യൻറ്റ് വെച്ചിട്ട്. ഇവിടെയാണ് നമ്മൾ സ്റ്റിഫ്നെസ് കോഫിഷ്യൻറ്റ് ആവശ്യം വരുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? എല്ലാ ലോഡ് ടേംസിനും, കാരണം നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത് എന്ത് വെച്ചിട്ടാണ്? പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് വെച്ചിട്ടാണ് അല്ലേ. അപ്പം നമുക്ക് എല്ലാ ടേംസിലും എന്ത് വേണം? ഡിസ്പ്ലേസ്മെൻറ്റ് ടേംസിലാക്കണം, എന്നാലേ നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. സോ ഞാൻ അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുന്നു? ഈ എല്ലാ P1 P2 P3 ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടുപിടിച്ചാണ് P1 P2 P3 എന്താണെന്നുള്ളത്. സോ നമ്മൾ ആ ഒരു P1 P2 P3 ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിനായിട്ട് ഞാനിവിടെ എഴുതി വെക്കുകയാണ് റീപ്ലേസ് P, അതായത് ലോഡ് P ഇൻ ടേംസ് ഓഫ് ഡെൽറ്റ ബൈ സ്റ്റിഫ്നെസ് കോഎഫിഷ്യൻറ്റ്. ഓക്കെ, അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഇൻ ടേംസ് ഓഫ് സ്റ്റിഫ്നെസ് കോഎഫിഷ്യൻറ്റ്. സോ അതെങ്ങനെ വരും? നമ്മൾ ആ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആ P1 P2 P3 കഴിഞ്ഞ സ്ലൈഡ് കിട്ടിയ അത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? U is equal to 1/2 ഇൻറ്റു K11 Δ1 പ്ലസ് K12 Δ2 പ്ലസ് എക്സെട്ര K13 Δ3 ഒക്കെ ഉണ്ട്, അത് ഞാൻ എഴുതുന്നില്ല ഫോർ ദ ടൈം ബി, പ്ലസ് എക്സെട്ര ഇൻറ്റു Δ1. ഓക്കെ, പ്ലസ് എന്താണ് P2 എന്ന് പറഞ്ഞാൽ K21 ഇൻറ്റു Δ1 പ്ലസ് K22 ഇൻറ്റു Δ2 പ്ലസ് എക്സെട്ര Δ2 പ്ലസ് എക്സെട്ര വീണ്ടും Δ3 ഒക്കെ വെച്ചിട്ട് ഒരു ടേം കൂടെ ഉണ്ടാവും, ഞാൻ എഴുതുന്നില്ല കാരണം നമുക്ക് ഈ ഒരു 2 ടേം തന്നെ മതി. ബാക്കി നമുക്ക് ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും ബാക്കി വരുന്നത് എന്തൊക്കെയാണെന്നുള്ളത്. സോ ഞാൻ ആ ഒരു ബ്രാക്കറ്റ് ഒന്ന് ഇവിടെ എക്സ്പാൻഡ് ചെയ്യണം അടുത്ത സ്റ്റെപ്പിൽ, അത് ശ്രദ്ധിക്കുക. ഹാഫ് ഇൻറ്റു എന്താ വരിക? K11 ഇൻറ്റു Δ1 സ്ക്വയർ പ്ലസ്, ഞാൻ കുറച്ച് സ്റ്റെപ്പ് അഡ്വാൻസ് ചെയ്യാണ്. അടുത്തതിൽ ഞാൻ എന്ത് ചെയ്യുന്നത്? ഈ K22 ഇൻറ്റു Δ2 ഇല്ലേ, ആ ടേംസിനെ ഒരുമിച്ച് ചെയ്താണ്. K22 ഇൻറ്റു Δ2 സ്ക്വയർ പ്ലസ് K33 ഇൻറ്റു Δ3 സ്ക്വയർ ഉണ്ടാകും, പക്ഷേ ഞാനിവിടെ എഴുതുന്നില്ല. അതുപോലെ K44 ഉണ്ടാകും, ആ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഉണ്ടാകും. അങ്ങനെ ഒരുപാട് ടേംസ് ഉണ്ടാവും. നമ്മളത് എല്ലാം ഒന്നും എടുക്കണ്ട, കുറച്ച് ടേംസ് എടുത്താൽ മതി. ഇനി ബാക്കി എന്താ ഉണ്ടാകുക? പ്ലസ് ഫസ്റ്റത്തേൽ K12 Δ2 Δ1 വരും അല്ലേ, അതായത് K12 Δ2 Δ1. പിന്നെ എന്താ ഉണ്ടാകുക? ഈ ഒരു ടേമിൽ K21 ഉണ്ട്, അതുപോലെ ഇവിടെ Δ2 ഉണ്ട് അല്ലേ. അപ്പോൾ അത് ഇതെന്ത് കിട്ടും? പ്ലസ് K21 Δ1 Δ2 അല്ലേ, പ്ലസ് എക്സെട്ര, അവിടെയും പ്ലസ് എക്സെട്ര ഇട്ടിട്ട് പോവുക. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ
നമുക്കറിയാം മാക്സ്വെൽ റെസിപ്രോക്കൽ തിയറം വെച്ചിട്ട് നമുക്കൊരു കാര്യം ഡിറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? K21 ഈക്വൽ ടു K12 ആയിരിക്കും എന്നുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് രണ്ടും കൂടെ ആഡ് ചെയ്യാം അടുത്ത സ്റ്റെപ്പിൽ അല്ലേ? സോ അതാണ് ഞാൻ ഇവിടെ അടുത്ത സ്റ്റെപ്പിലായിട്ട് ചെയ്യുന്നത്. ശ്രദ്ധിച്ചോളാം. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു K11 ഇൻറ്റു ഡെൽറ്റ 1 സ്ക്വയർ പ്ലസ് K22 ഇൻറ്റു ഡെൽറ്റ 2 സ്ക്വയർ പ്ലസ് എക്സെട്രാ പ്ലസ് 2 K12 ഇൻറ്റു ഡെൽറ്റ 1 ഡെൽറ്റ 2 പ്ലസ് എക്സെട്രാ. പിന്നെ തീർച്ചയായും ഉണ്ടാവും K13 ഡെൽറ്റ 1 ഡെൽറ്റ 3 അങ്ങനെ ഒരുപാട് ടേംസ് ഉണ്ടാവും. നമുക്ക് അതൊന്നും വേണ്ട, തൽക്കാലം കുറച്ച് ടേംസ് എടുക്കാം. കാരണം അതിൻ്റെ പാറ്റേൺ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ? ഇനി നമ്മൾ കാസ്റ്റിലാനോസ് തിയറം അപ്ലൈ ചെയ്യുക. എന്തായിരുന്നു കാസ്റ്റിലാനോസ് തിയറം പറഞ്ഞത്? ഡോ യു ബൈ ഡോ ഡെൽറ്റ 1. ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ ഡെൽറ്റ 1 ഓഫ്, ഞാൻ ഈ ഒരു ബ്രാക്കറ്റ് വീണ്ടും ഒന്നുകൂടെ എടുത്ത് തരുന്നു, 1/2 ഇൻറ്റു K11 ഇൻറ്റു ഡെൽറ്റ 1 സ്ക്വയർ പ്ലസ് K22 ഇൻറ്റു ഡെൽറ്റ 2 സ്ക്വയർ പ്ലസ് എക്സെട്രാ 2 ഇൻറ്റു K12 ഇൻറ്റു ഡെൽറ്റ 1 ഡെൽറ്റ 2. ഓക്കെ, ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ഇതിന് ഡിഫറൻഷിയേഷൻ കൊടുക്കുകയാണ്. ഈ 1/2നെ കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണ്. ഓക്കെ, കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണ്. അപ്പം ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 2 ഇൻറ്റു K11 ഡെൽറ്റ 1 പ്ലസ് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 കിട്ടും അല്ലേ? പ്ലസ് എക്സെട്രാ, ബാക്കി എന്താ ഉണ്ടാവുക? ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ നമുക്ക് 2 K12 ഡെൽറ്റ 2 പ്ലസ് എക്സെട്രാ എന്ന് കിട്ടും അല്ലേ? ഇതെല്ലാം നമുക്ക് എല്ലാത്തിനും 2 കോമൺ ആണ്. സോ ഞാൻ ആ 2-നെല്ലാം ക്യാൻസൽ ഔട്ട് ചെയ്യാണ്. 2 അതുപോലെ ഇവിടെ 2 ഉണ്ടാവും. പിന്നെ ഇവിടെ ഒരു ടേം ഉണ്ടെങ്കിൽ അവിടെയും 2 ഉണ്ടാവും. അതൊക്കെ ക്യാൻസൽ ഔട്ട് ചെയ്താൽ നമുക്ക് ബാക്കി എന്ത് കിട്ടും? ബാക്കി കിട്ടുന്ന ടേംസ് ആണ്. ബാക്കി ചെയ്താൽ നമുക്ക് K11 ഡെൽറ്റ 1 പ്ലസ് K12 ഡെൽറ്റ 2 പ്ലസ് ഒരു ടേം കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? K13 ഡെൽറ്റ 3 കിട്ടും. ഓക്കെ, 3 ഫോർ സെക്ട് വെച്ചാൽ നമുക്ക് 3 K13 വരെ ഉണ്ടാകും. സോ നിങ്ങൾ ഈ ഒരു ടേം നോക്കുക. ഈ ഒരു ടേം എന്തായിരുന്നു? ബേസിക്കലി ഈ ഒരു ടേം നമുക്കറിയാം എന്തായിരുന്നു? P1ൻ്റെ എക്സ്പ്രഷൻ ആയിരുന്നു അല്ലേ? P1ൻ്റെ എക്സ്പ്രഷൻ ആയിരുന്നു അല്ലേ? ജസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? P1 ആയിരുന്നു. ദിസ് ഈസ് given by P1. സോ നമുക്ക് എന്ത് ചെയ്താം? സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡോ യു ബൈ ഡോ ഡെൽറ്റ 1 ഈസ് ഈക്വൽ ടു P1 എന്ന് കിട്ടി അല്ലേ? സോ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റത്തെ ആ ഒരു കാസ്റ്റിലാനോസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. സോ നമുക്ക് എന്ത് പറയാം? ഹെൻസ് പ്രൂവ്ഡ്. അപ്പം ഞാൻ ചോദിച്ചിട്ടുണ്ട് നമുക്ക് ഒരുപാട് പ്രാവശ്യം. അപ്പോൾ ഈ ഒരു ഡെറിവേഷനും അല്ലെങ്കിൽ ഈ ഒരു പ്രൂഫും നിങ്ങൾ അറിഞ്ഞിരിക്കുക. പിന്നെ ചില ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്നത് കാസ്റ്റിലാനോസ് ഫസ്റ്റ് തിയറും സെക്കൻഡ് തിയറും തിരിച്ചിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. നമ്മളിപ്പോൾ ഇവിടെ എടുത്ത കാസ്റ്റിലാനോസ് സെക്കൻഡ് തിയർ ആയിരിക്കും ചില ടെക്സ്റ്റ് ബുക്കിൽ കാസ്റ്റിലാനോസ് ഫസ്റ്റ് തിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവുക. പക്ഷെ എന്തായാലും നമ്മുടെ കൺസെപ്റ്റ് സെയിം ആണ്. ഓക്കെ, അപ്പോൾ അത് വളരെ വ്യക്തമായും കൃത്യമായും തന്നെ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ടോപ്പിക്കിൽ മറ്റൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.